ഇങ്ങനെ പോയാൽ എത്ര നാൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ഓടും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാരണം നമ്മളൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ കടം വരുന്നതല്ല, നമ്മളായിട്ട് വരുത്തുന്നതാണ് കടം. നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുന്നിടത്തോളം കാലം നമ്മൾ കടം നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റോറൻറ്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമുക്ക് വരുന്ന ഓരോ കസ്റ്റമറെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്ലേറ്റിൽ നിന്നും നമുക്ക് ലാഭം കണ്ടെത്താൻ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ റെസ്റ്റോറൻറ്റ് ഈ കാലത്ത് വിജയിക്കുള്ളൂ. കാരണം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 50-50 എന്ത് ചെയ്യാം, റെസ്റ്റോറൻറ്റ് റൺ ചെയ്യിപ്പിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് പഠിക്കാതെ റെസ്റ്റോറൻറ്റ് ബിസിനസ് മുന്നോട്ട് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിയല്ലേ? കാരണം അതുകൊണ്ടാണല്ലോ പല റെസ്റ്റോറൻറ്റിൽ നിന്നും കടവും കയറി അതിന്റെ മുകളിലെത്തി നിൽക്കുന്നത്. കാരണം പഴയ ചിന്താഗതിയും നമ്മുടെ പഴയ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒക്കെ ഉണ്ടാവും. അപ്പം അന്ന് ചെയ്തത് ലാഭം ഉണ്ടായിരുന്നു, ഇന്ന് ചെയ്യുമ്പോൾ ലാഭമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. കാരണം ഇന്ന് ലാഭം കിട്ടണമെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിക്കണം, അതിന് ലാഭം കണ്ടെത്താൻ പഠിക്കണം, കിട്ടുന്ന ലാഭം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യണം, എങ്ങനെ നമ്മളത് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഈ കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഇന്ന് വരെ ആരും പറയാത്ത റെസ്റ്റോറൻറ്റിലെ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് മാത്രം പഠിക്കാൻ ഈ വരുന്ന ഫെബ്രുവരി 9 നമ്മൾ കൊച്ചിയിൽ ഒത്തുകൂടുകയാണ്. റെസ്റ്റോറൻറ്റ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, റെസ്റ്റോറൻറ്റ് എങ്ങനെ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് കോച്ചിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഒരേ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണ്. ദുബായ്, ഖത്തർ, ഇന്ത്യയിൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. കൊച്ചിയിലുള്ള ഹോട്ടൽ മൺസൂൺ ഇംപ്രസിൽ വെച്ച് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമ്മുടെ സെഷൻ നടക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റാതെ, പ്രോഫിറ്റ് കാണാൻ പറ്റാത്ത റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെഷൻ നിങ്ങൾ പങ്കെടുത്തിരിക്കണം. വർഷങ്ങളോളം സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഒരുപക്ഷെ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കമായേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വരുന്ന 9 ഫെബ്രുവരി 9 മൺസൂൺ യൂണിവേഴ്സിറ്റി മീറ്റ് ചെയ്യാം.